തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. ഐതിഹ്യവും മഹത്വവും. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രാചീനവും മഹത്വവുമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ബാലകൃഷ്ണസ്വാമി പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രം ഭക്തി പാരമ്പര്യത്തിലും ഉത്സവാചാരങ്ങളിലും ഏറെ പ്രസിദ്ധമാണ്. ദ്വാരകയിൽ നിന്ന് ശ്രീകൃഷ്ണൻ്റെ ദിവ്യ സാന്നിധ്യം കേരളത്തിലേക്ക് എത്തി സ്ഥാപിതമായതാണ് ഇത് എന്ന് വിശ്വാസം ഉണ്ട്. ചിലർ വിശ്വസിക്കുന്നത് മഹാഭാരതാനന്തര കാലഘട്ടത്തിൽ പാണ്ഡവർ കേരളത്തിൽ സന്ദർശനം നടത്തിയപ്പോൾ ഇവിടെ ആരാധന നടത്തിയതാണെന്നും പിന്നീട് ഈ സ്ഥലത്ത് ബാലകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടതാണെന്നുമാണ്. ഇവിടുത്തെ ഉത്സവ മഹിമ. തൃച്ചംബരം ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം 1 മാസവും 6 ദിവസവും നീണ്ടു നിൽക്കുന്നതാണ്. ഈ വർഷം ഫെബ്രുവരി 13 മുതൽ മാർച്ച് 20 വരെ. കുംഭമാസം 1 മുതൽ കുംഭം 21 വരെ പടഹാദി എന്ന ചെറിയ ഉത്സവം ക്ഷേത്രാങ്കണത്തിൽ ദിവസവും 2 പ്രാവശ്യം വൈകിട്ട് 6-നും രാത്രി 8-നും നടക്കുന്നു. കുംഭം 22 കൊടിയേറ്റത്തോടെ ഔദ്യോഗികമായി ഉത്സവം തുടങ്ങുന്നു. ഈ ദിവസം രാത്രി 12 മണിയോടെ അഴൂർ ബലഭദ്രസ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു. പിന്നെ 14 ദിവസം തളിപ്പറമ്പ് ഉത്സവലഹരിയിൽ ആയിരിക്കും. ജ്യേഷ്ഠാനുജന്മാരുടെ ലീലകൾ, അതായത് കൃഷ്ണനും ബലരാമനും ക്ഷേത്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള പൂക്കോത്ത് നടയിൽ വച്ചാണ് ഉത്സവാഘോഷം നടക്കുന്നത്. ഇത് ഇവിടെ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം മീനം 6-ന് കോടിപ്പിരിയൽ എന്ന ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ സമാപിക്കുന്നു. ഉത്സവം തുടങ്ങി എല്ലാ ദിവസവും രാത്രി 2:30 ആവുമ്പോഴാണ് ഉത്സവം പൂക്കോത്ത് നടയിലേക്ക് എഴുന്നള്ളുന്നത്. ഉത്സവം കാണാൻ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുന്ന ജനസമുദ്രം നേരിൽ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പൂക്കോത്ത് നടയിലെ എഴുന്നള്ളത്ത് കഴിഞ്ഞ് തിരിച്ചു വന്ന് 2 മണിക്കൂറിനുള്ളിൽ അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരിക്കും. മോതിരം വെച്ച് തൊഴുക എന്ന ഒരു ഏർപ്പാടും ഇവിടെയുണ്ട്. വിവരണത്തെക്കാളും നേരിട്ട് കാണുന്നതാണ് അതിമനോഹരം.